പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ മനസ്സിൽ ഓർക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും മനസ്സിൽ ഓർക്കുക. ഇന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ വിഷമങ്ങളും ഭാരങ്ങളും ഉണ്ടാകും. ഓർത്തോർത്ത് നമ്മൾ ദുഃഖിക്കുന്നുണ്ടാവും. ചില വിഷയങ്ങളിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാണ്ട് ആകുലപ്പെടുന്നവരുണ്ടല്ലോ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 54 നമുക്ക് വേണ്ടി രക്ഷാകരമായ ചില രഹസ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം എനിക്ക് സഹായം. ദൈവം എനിക്ക് സഹായം. എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞ് ദൈവം എനിക്ക് സഹായം. ദൈവം എനിക്ക് സഹായം. ദൈവമേ, ദൈവമേ, അങ്ങയുടെ നാമത്താൽ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. നീതി നടത്തി തരണമേ. ദൈവമേ, ദൈവമേ, എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കേൾക്കണമേ. എന്റെ അധരങ്ങളിൽ നിന്ന് എന്റെ അതിരിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു. നിർദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ ദൈവമാണ് എന്റെ സഹായകൻ. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു. എന്റെ കണ്ണുകൾ കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വലിയ സങ്കീർത്തനം 54, ദൈവം എനിക്ക് സഹായം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം ചൊല്ലിയത് വെറുതെയല്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ സങ്കീർത്തന വചനം നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നമ്മുടെ കുടുംബത്തിലേക്ക് വലിയൊരു അഭിഷേകമായിട്ട്, ദൈവവചനമാണ്, വലിയൊരു അഭിഷേകമായിട്ട് സംഭവിക്കപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കത്തിൽ നമ്മുടെ ദൈവം നമ്മിൽ ഇടപെടുകയാണ്. നമുക്ക് ദൈവം സഹായമായിട്ട് കൂടെ നിൽക്കുകയാണ്. വിശ്വസിക്കുക. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയ അത്ഭുത ശക്തി തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം. ക്ഷീണിച്ച ദൈവജനമേ, നന്നായിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിഷമിച്ചിരിക്കുന്നവരെ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മടി പിടിച്ചിരിക്കുന്നവരെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ചിന്തകളെയും ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തെ
ഭാരപ്പെടുത്തുന്ന ഓരോ വഴികളിലും കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ദൈവമാണ് എന്റെ സഹായകൻ. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഈശോയെ എന്ന് വിളിക്കട്ടെ. ദൈവത്തിന്റെ ശക്തിയാണ്, സ്വർഗത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തികളെയും ഭരിക്കുന്നത്. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കൃഷിയിടത്തില്, ഞങ്ങളുടെ ജോലി മേഖലയില്, ഞങ്ങളുടെ ആരോഗ്യത്തില്, ഞങ്ങളുടെ മനസ്സിന്റെ നിലപാടുകളില്, ഞങ്ങളുടെ ബന്ധങ്ങളില് ദൈവത്തിന്റെ ശക്തിയെ ഈ ശുശ്രൂഷ സമയത്ത് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. ഭാരങ്ങൾ എടുത്തു മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. വിളിക്കുന്നു 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 വിളിക്കുന്നു. ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കൈകളടിച്ചു പാടിയാലോ? നിൽക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച് കൈയടിച്ചേ. യെസ്, ഇപ്പോൾ വിശ്വസിക്കുന്നു. കർത്താവെ, കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അഭിഷേകം നിറയുന്നു. യെസ്, വിശ്വസിച്ച് കൈയടിച്ചോ, ശക്തിയോടെ കൈയടിച്ചോ. ആമേൻ, ആമേൻ. എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. പഠിക്കേ പഠിക്കേ. സ്വർഗീയ ധിയേ എന്റെ ഉള്ളിൽ. ആമേൻ, ആമേൻ. ആത്മാവിന്റെ ധിയേ, സ്വർഗീയ ധിയേ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. ചേർന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. പഠിക്കേ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. യെസ്, സംഭവിക്കട്ടെ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണമേ. ആമേൻ. ആത്മശക്തിയായി. ആമേൻ. ആത്മാവിധി സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ, ആമേൻ. ആത്മാവിധി സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ചേർന്ന് ചേർന്ന് ആത്മാവിധി സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായി നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
വലിയ ദൈവാഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ദൈവമക്കളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ, എല്ലാ ഭാരവും കർത്താവ് അഴിക്കട്ടെ. വലിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക, കണ്ണുകളടയ്ക്കുക. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈ സ്വർഗത്തിൻ്റെ ശക്തി ഏറ്റെടുക്കുകയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വിഷയത്തിലും കർത്താവ് ഇടപെടുന്നു. വിഷമിച്ചിരിക്കുന്ന ഓരോ വിഷമഘട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി ഇടപെടുന്നു. വിശ്വസിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷ സമയം എന്നിൽ ഇത് സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയം കർത്താവെ എന്നിൽ ഇത് സംഭവിക്കട്ടെ. കർത്താവെ, സകല തടസ്സങ്ങളെയും ഈ അൾത്താരിൽ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് ഇടപെടണമേ. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കുക. നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാം. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്ക് പുഞ്ചിരിച്ച് ഒരു സ്തുതി കൊടുക്കുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പസമയം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീയ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന ചില മേഖലകൾ നമ്മൾ പഠിക്കും, പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കും. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഈ സമയം ഇത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള സമയമാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇനിയുള്ള സമയം എന്താണ്? ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹം അനുഭവിക്കാനുള്ള സമയമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ദൈവസ്നേഹം അനുഭവിക്കാനുള്ള സമയമാണ്. പറഞ്ഞു കൊടുത്തേ. ദൈവസ്നേഹം അനുഭവിക്കാനുള്ള സമയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കാനല്ലെന്ന്, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന വലിയ ഒരു ശുശ്രൂഷ സമയമാണ്. അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി പറയുന്ന എനിക്ക്, കേൾക്കുന്ന നിനക്ക് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു സുന്ദര വചനം. അത് വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4. നമുക്കറിയാവുന്ന വചനമാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക്, പറയുന്ന എനിക്ക്, ഇത് അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനം കേൾക്കാം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. എൻ്റെ കൂടെ ഒന്ന് എച്ചത്തിൽ ഒന്ന് ഏറ്റു പറയാവോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്താലോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യവും ശ്രദ്ധിക്കണം, പരിഗണിക്കണം. പറഞ്ഞു കൊടുത്തേ. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യവും പരിഗണിക്കണം. എന്ത് ചെയ്യണം? പരിഗണിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിഗണിക്കണം. പറഞ്ഞേ, ആ വാക്ക് പറഞ്ഞേ. പരിഗണിക്കണം. നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്?
നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കൂ. എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു മാനുഷിക സ്വഭാവം എന്ന് പറയുന്നത്, എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം ഞാൻ പരിഗണിക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണെന്നറിയാവോ? നീ മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കണം. അവരുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുതെ കേട്ടു പോകാനുള്ളതാണോ? അല്ല. മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ പ്രായോഗികമായി പരിശീലനം സിദ്ധിക്കേണ്ട ഒരു കാര്യത്തെയാണ് വചനം പറയുന്നത്. വെറുതെ കേട്ടുപോയിട്ടൊരു കാര്യമില്ല. എന്തോരം കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, നീ ഈ കേൾക്കുന്ന കാര്യം നിന്റെ സ്വഭാവത്തിൽ നീ ശ്രദ്ധിക്കണം. ഇത് നീ പ്രായോഗികമായി പരിശീലനം സിദ്ധിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യവും നീ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയ ഒരു ആത്മീയ രഹസ്യം നമ്മൾ പ്രായോഗികമാക്കിയാൽ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാവും. നമ്മുടെ ഇടവകയിൽ, കമ്മ്യൂണിറ്റിയിൽ വലിയ സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയ സന്തോഷം ഉണ്ടാവും. ഇന്ന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സന്തോഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എന്താ പറയുന്നത്? നീ നിന്റെ കാര്യം മാത്രം പരിഗണിച്ചത് കൊണ്ടല്ലേ, നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ നിനക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യവും നീ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പ്രായമുള്ള അപ്പനും അമ്മയും, അവരുടെ ഒറ്റ സങ്കടമുള്ളൂ, അവരുടെ 3 മക്കള് വളർത്തി വലുതാക്കി. ഇപ്പോൾ ഈ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവഗണന. പരിഗണനയുടെ ഓപ്പോസിറ്റ് ഏതാ? അവഗണന. അവഗണന. ഈ അപ്പൻ്റെ അമ്മയുടെ സങ്കടം, അച്ഛാ ഞങ്ങൾക്ക് ഇത്രയും പ്രായമായി, ആ 3 മക്കള് പല സ്ഥലങ്ങളിലാ, അച്ഛാ അവർക്ക് ഞങ്ങളെക്കുറിച്ചൊരു ശ്രദ്ധ വേണ്ടേ? ഇപ്പം ഞാൻ ചോദിച്ചു, അവർ വിളിക്കാറൊന്നുമില്ലേ? ഓ എന്ത് വിളി അച്ഛാ, മാസത്തിലൊന്ന് പേരിന് മാത്രം വിളിക്കും. അത് വെറുതെ വിളിക്കാനുള്ള വിളി മാത്രമാണ്. അതും സുഖമാണോ, മഴയുണ്ടോ, വെയിലുണ്ടോ, തെങ്ങ് കയറാൻ ആൾ വന്നോ, കറണ്ട് ചാർജ് അടച്ചോ, തീർന്നു. അച്ഛാ ഇതെന്തൊരവസ്ഥയാ അച്ഛാ. പ്രായമുള്ള അപ്പനും അമ്മയാണ്. അവരാഗ്രഹിക്കുന്നത് മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പരിഗണനയാണ്. പരിഗണന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കണം, പരിഗണിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രായമായി അവരെക്കുറിച്ചൊരു ശ്രദ്ധ വേണ്ടേ? അവരെ വിളിക്കാറുണ്ടോ? അവരുടെ അടുത്തിരിക്കാറുണ്ടോ? അവരോട് കൊച്ചു വർത്തമാനം പറയാറുണ്ടോ? അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? അവർക്ക് പ്രായമാകുമ്പോൾ അവരുടേതായ കുറേ അധികം കുറവുകൾ ഉണ്ടാകും. പഴയ ആരോഗ്യമൊക്കെ പോയി ഒരു കാര്യം തന്നെ 10 തവണ പിന്നെയൊക്കെ പറയുന്നുണ്ടാവും. അവർക്ക് പല കാര്യങ്ങളിലും ക്ഷീണമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാൻ, സ്നേഹിക്കാൻ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും മനസ്സിൽ തീരുമാനമെടുക്കണം. പരിഗണിക്കാനുള്ള തീരുമാനം, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ, കെയർ ചെയ്യാനുള്ള ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നീ പരിഗണിക്കണമെന്ന് പറ. പരിഗണിക്കണം. ഇത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് പരിഗണന. ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്ന ജൂൺ മാസം 21-ാം തീയതി ഫാദേഴ്സ് ഡേ ആയിരുന്നു. ഫാദേഴ്സ് ഡേ, അപ്പന്മാരെ പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫാദേഴ്സ് ഡേ. വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റാറ്റസ് ഇട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും. ഒരപ്പൻ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകള് എനിക്കൊരു ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് അച്ഛാ. അച്ഛൻ അറിയാമല്ലോ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഇന്ന് അച്ഛാ എൻ്റെ മകൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഞാൻ ചോദിച്ചു എന്നതാ ചേട്ടാ? എൻ്റെ മകൾ ഇന്ന് എന്നെ രാവിലെ പോലീസ് സ്റ്റേഷൻ കയറ്റി. 18 വയസ്സുള്ള എൻ്റെ മകള് ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനോട് പ്രണയം
ഞാനതിനെ എതിർത്തത് കൊണ്ട് അവൾ പോയി കേസ് കൊടുത്തു. എനിക്കെതിരെ, അപ്പനെതിരെ മകൾ കൊണ്ട കേസ് കൊടുത്തു. അപ്പൻ വീട്ടിൽ എന്നെ പീഡിപ്പിക്കുന്നു. രക്ഷകനായി ആ പ്രേമിക്കുന്നവൻ എത്തിയിട്ടുണ്ട്. അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ ചോദ്യങ്ങൾ നാണം കെടുത്തിയില്ല അച്ഛാ. ഇത്രത്തോളം ഞാൻ പൊന്നുപോലെ വളർത്തിയ മകള്, അവൾക്കുള്ള ഒരു പ്രണയം ഞാൻ അവളോട് പറഞ്ഞതാ, പലതവണ പറഞ്ഞതാ, മോളെ എടി കുറച്ചും കൂടെ പ്രായം, എടി കുറച്ചും കൂടെ നീ ഒന്ന് പഠിക്ക്, കുറച്ചും കൂടെ ബുദ്ധി തെളിയട്ടെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് ഈ കല്യാണം നടത്തിത്തരാം. അവൾ സമ്മതിക്കുന്നില്ല അച്ഛാ. അവളുടെ പിടിവാശി. 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ള അച്ഛാ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവള് ആ ചെറുക്കം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റി അച്ഛാ. അപ്പന് മകള് തന്ന സമ്മാന. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തേ മകള്? പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കായിട്ട് തീരുമാനമൊന്നും എടുക്കാൻ പാടില്ല, അത് ഞങ്ങളുടെയൊക്കെ അറിഞ്ഞത് ഇവളുടെ ഇഷ്ടം. അവളോട് ചോദിച്ചു, നിനക്ക് ആരുടെ കൂട്ടത്തിൽ പോകണം? അവൾ പറഞ്ഞു, എനിക്ക് അവൻ്റെ കൂട്ടത്തിൽ പോയാൽ മതി. അച്ഛാ, എൻ്റെ മകള് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ മകള് എനിക്ക് ഫാദേഴ്സ് ഡേയിൽ തന്ന സമ്മാനമാണിത്. ഈ അപ്പൻ കരച്ചിലോട് കരച്ചിൽ. എന്നിട്ട് ഈ അപ്പൻ ചോദിച്ച ചോദ്യം, അച്ഛാ അവൾക്ക് എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ അച്ഛാ? അച്ഛാ, ഞാൻ അപ്പനല്ലേ, എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ? അവളൊന്നൊന്ന് ചിന്തിച്ചുകൂടെ? ഞാനിത് പറയുമ്പോൾ ആകാശത്തുനിന്നുണ്ടാക്കിയ കഥകളൊന്നുമല്ലെന്ന്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചുറ്റുവട്ടത്ത് നടക്കുന്ന സങ്കടകരമായ കാര്യം ഒന്ന് പരിഗണിക്കാൻ. ഇതൊരപ്പൻ്റെ മാത്രമൊന്നുമല്ല, പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാ കുടുംബത്തിലുമുള്ള സങ്കടമാണ്. ഒരു കുടുംബനാഥ നാളുകൾക്ക് മുമ്പ് ധ്യാനത്തിന് വന്നപ്പോൾ കരഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാനിങ്ങനെ ചത്ത് ജീവിക്കുന്നു. ആ വാക്കാണ് ആ സ്ത്രീ ഉപയോഗിച്ചത്. ഞാനിങ്ങനെ ചത്ത് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ചേച്ചി. എൻ്റെ വീട്ടിലെ തുണി കഴുകാൻ, പാത്രം കഴുകാൻ, വെച്ച് വിളമ്പാൻ ഒരു യന്ത്രം, അതാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥ ഇതാച്ചാ, തുണി കഴുകാൻ, പാത്രം കഴുകാൻ, വെച്ച് വിളമ്പാൻ ഒരു യന്ത്രമാണ് ഞാൻ. ഞാനെന്നൊരു വ്യക്തിയല്ല അച്ഛാ. എന്നെ ഒന്ന് പരിഗണിക്കണ്ടേ? എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒന്ന് സ്നേഹിക്കണ്ടേ? എൻ്റെ കൂടെ ഒന്ന് ഇരിക്കണ്ടേ? എന്നോടൊരു അഭിപ്രായം ചോദിക്കണ്ടേ? ഒന്നുമില്ല അച്ഛാ, ഒന്നും ചെയ്യത്തില്ല, എന്നോട് മിണ്ടത്തില്ല അച്ഛാ. ഇയാൾ മുഴുവൻ നേരം യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുക. രാത്രി കിടക്ക്. ആ മനുഷ്യൻ്റെ ഒരവസ്ഥ അച്ഛാ, സങ്കടം വന്നിട്ട് വയ്യ. ചത്ത പോലെ ജീവിക്കുക, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മക്കൾക്കൊരു ശ്രദ്ധയില്ല. എനിക്ക് എന്നോട് തന്നെ എന്തോ വലിയ ഒരു അസ്വസ്ഥത തോന്നുന്നു. എന്നെ ഒന്ന് പരിഗണിക്കണ്ടേ? അടുത്തിരിക്കുന്നവരോട് പറ, പരിഗണിക്കണമെന്ന് പറ. പരിഗണിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ പരിഗണിക്കണം. ആദ്യം വീട്ടിലുള്ളവർക്ക്, അതിനുശേഷം പുറത്തുള്ളവരെ. പിന്നെ നമുക്കൊരു ഗുണമുണ്ട്, നാട്ടുകാരെ പരിഗണിക്കാൻ വലിയ താല്പര്യമാണ് പലർക്കും, സ്വന്തം വീട്ടിലുള്ളവരെ പരിഗണിക്കുകയില്ല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ മുതൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീർക്കാൻ വേണ്ടി ഇറങ്ങും ചിലർ. സ്വന്തം വീട്ടിൽ കഞ്ഞിയുണ്ടോ, മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടോ, ഭാര്യയ്ക്ക് രോഗമുണ്ടോ, ഇതൊന്നും അന്വേഷിക്കത്തില്ല. നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങും. എന്ത് കാര്യം? ആദ്യം സ്വന്തം വീട്ടിൽ പരിഗണിക്കാൻ. ജീവിതമാണെന്ന്, ജീവിതങ്ങളാണ്. അവരെ പരിഗണിക്കാനുള്ള ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവ ജീവിതം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. മറ്റുള്ളവരെ നീ പരിഗണിക്കണം. അവരെക്കുറിച്ച് നിനക്കൊരു ശ്രദ്ധയുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ മേഖലകളിലും. നാളുകൾക്ക് മുമ്പ് ഒരു കോൺവെന്റിൽ അവരുടെ മാസധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ജൂനിയർ സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പറയൂ, അച്ഛാ എന്നെ ഇവിടെയുള്ള സിസ്റ്റേഴ്സ് ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അച്ഛാ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളാണ്. എന്നോട് എൻ്റെ മേലധികാരികൾ, ഞാൻ ഈ കോൺവെന്റിൽ ചേർന്ന് സന്യാസത്തിൻ്റെ ആരംഭ നാളുകൾ പറഞ്ഞു, നിന്നെ പഠിക്കാൻ വിടാം, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ എന്നെ പഠിക്കാൻ വിടുന്നില്ല അച്ഛാ. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് മുരടിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഒരു കന്യാസ്ത്രീ അമ്മയുടെ സങ്കട, കൊച്ചു കന്യാസ്ത്രീയ.
സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ ആർക്കും ഒരു അംഗീകാരമില്ല, എന്നെ ആർക്കും ഒരു അംഗീകാരമില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ഇത്രയും പഠിക്കാനൊക്കെ കഴിവുണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു, ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ഒന്നും പരിഗണനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അങ്ങനെ തന്നെ, എല്ലാ അവസ്ഥകളിലും അങ്ങനെ തന്നെ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാനന്നൊരു വ്യക്തി കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ വൈദികരുടെ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെച്ച് വന്നപ്പോൾ ഞാൻ കരമുയർത്തി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ ഓർക്കുക. ഞാൻ പറഞ്ഞതാ, എന്നെ നിങ്ങൾ പരിഗണിക്കണം. ആഹാ, എന്നെ നിങ്ങൾ പരിഗണിക്കണം. ഞാൻ അന്ന് ആ മീറ്റിങ്ങിലിരുന്ന് അങ്ങനെ പങ്കുവച്ചതിന് ശേഷം അന്ന് രാത്രിയിൽ ദീപികാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന്, ഈശോയെ എന്നെ എന്താ ഇവർ പരിഗണിക്കാത്തത്, എന്നെ എന്താ ഇവർ പരിഗണിക്കാത്തത് എന്നിങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ഈശോ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഞാൻ ദീപികാരുണ്യനാഥന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നോട് ദീപികാരുണ്യനാഥൻ ചോദിച്ച ചോദ്യം എന്നാന്നറിയാവോ? നീ മറ്റുള്ളവരുടെ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നാൽ നീ ആരെയെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മുടെയൊക്കെ എല്ലാവരുടെ ആഗ്രഹം എന്നെ എല്ലാവരും പരിഗണിക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, പരിഗണിക്കൂ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ യാചിച്ചാൽ കിട്ടുന്ന ഒന്നല്ല ഈ പരിഗണന. മറിച്ച് ക്രൈസ്തവ ജീവിതം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കുന്നു. മറ്റുള്ളവരുടെ നിന്ന് പരിഗണന കിട്ടാൻ വേണ്ടി ഓടുന്നതിന് മുമ്പ് സ്വയം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കുന്നു. ചോദിക്കേട്ടാ, നീ എത്രത്തോളം നമ്മുടെ വീട്ടില് എന്നെ പരിഗണിക്ക് എന്നും പറഞ്ഞ് നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് തെണ്ടി നടക്കുമല്ലേ? കൃത്യം വാക്കതാ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ബെഗ് ചെയ്യുക, നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കൂ, ഞാനിങ്ങനെ കഷ്ടപ്പെടുവല്ലേ, ഞാനൊരച്ഛനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും, നിങ്ങൾ എന്നെ സ്നേഹിക്ക്, നിങ്ങൾ എന്നെ പരിഗണിക്ക്. ഇതെല്ലാ മനുഷ്യരുടെ ഉള്ളിൽ മാനുഷിക സ്വഭാവമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്നോട് ചോദിക്കുന്ന മർമ്മപ്രധാനമായ ചോദ്യം, നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കുന്നു? ആ ചോദ്യത്തിൽ നിന്നാണ് ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ഫസ്റ്റ് ജോൺ, യോഹന്നാന്റെ 1-ാം ലേഖനം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 10, 4-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 10-ാം തിരുവചനം. ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ പോവാ. വായിച്ചോ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. വലതുകര ഉയർത്തിപ്പിടിച്ചോ. ഈ വചനം ഏറ്റു പറഞ്ഞേ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നമ്മൾ ദൈവത്തെ പരിഗണിക്കുന്നതിന് മുമ്പ്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ പരിഗണിച്ചെന്ന് മനസ്സിലായോ? ഈശോ നമ്മളെ ആദ്യം പരിഗണിച്ചു. ആദ്യം ഇനിഷ്യേറ്റീവ് ഫ്രം ഗോഡ്. ദൈവമാണ് നിന്നെ സ്നേഹിച്ചത്. നീ ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തിയോളജി പഠന കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്ന ഒരു വൈദികൻ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ അച്ഛൻ. അച്ഛൻ ഒരു തിയോളജിനായിരുന്നു മാത്രമല്ല, അനേക ധ്യാന ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മാനന്തവാടി രൂപതയിലെ വൈദികനാണ് ഫാദർ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ അച്ഛൻ. അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ ഞങ്ങൾ ഓർക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഗോഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ്, ഗോഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ്. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, നീയല്ലെന്ന്. ഇപ്പം ഞങ്ങളുടെ ദൈവവിളി, ഞാൻ എന്നൊരു വൈദികൻ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, എൻ്റെ ആഗ്രഹമാണോ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ ഞാനൊരു വൈദികനായിട്ട് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റീവ്, ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള താല്പര്യങ്ങളും കടന്നു വരുന്ന ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ജീവിത അവസ്ഥയിൽ നിലനിർത്തുന്നത്, നിന്നെ സ്നേഹിക്കുന്നത്, നിന്നെ വളർത്തുന്നത്. ശ്രദ്ധ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേത് പശ്ചാത്തലവും ചിന്തിച്ചോ, നിന്റെ കുടുംബത്തെ നിലനിർത്തി ദൈവമാണെന്ന്. ദൈവം ഇനീഷ്യേറ്റീവ്, ദൈവം നിന്നെ പരിഗണിച്ചു, ദൈവം എന്നെ പരിഗണിച്ചു, അത്രേ ഉള്ളൂ. ദൈവം. അതുകൊണ്ടാണ് ഇതാ യോഹന്നാന്റെ ലേഖന ഭാഗത്ത് നമ്മളെ പഠിപ്പിച്ചത് എന്ത്? നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. 19-ാം തിരുവചനം കൂടെ വായിച്ചേ. 19-ാം തിരുവചനം. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. കണ്ടോ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ആദ്യം ആരാ? ദൈവം നമ്മെ സ്നേഹിച്ചു. ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പരിഗണനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം ദൈവം എന്നെ പരിഗണിച്ചു, ദൈവം എന്നെ സ്നേഹിച്ചു. God takes the initiative. ദൈവമാണ് ഈ വിഷയത്തിൽ താല്പര്യമെടുത്തിരിക്കുന്നത്. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ അതിശക്തമായ കൃപയാണ് ഓരോ വ്യക്തിയിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോയ്ക്ക് നിന്നെ അറിയാം, ഈശോയ്ക്ക് നിന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ഈശോയ്ക്ക് അറിയാം. ഈശോ നിന്നിൽ ഇടപെടുകയാണ്, സ്വർഗം നിന്നിൽ ഇടപെടുകയാണ്. നീ വിശ്വസിച്ചോ. നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും കർത്താവിന് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. കർത്താവിതാ അനേകരുടെ അടുത്ത് വന്ന് ബലം നൽകി അനുഗ്രഹിക്കുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള വിഷമത്തിൽ കർത്താവ് ഇടപെടുന്നു. അനേകരുടെ ഉള്ളിലുള്ള സങ്കടമാണ്, എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ മാറ്റി നിർത്തുന്നു. എന്നാൽ ഇതാ ഈശോ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്? നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്? ഈശോയെ, ഈശോയെ, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാനുള്ള കൃപ നൽകണമേ. കർത്താവെ, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താൻ എനിക്ക് കൃപ ലഭിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ നിന്നിലേക്ക് ഒഴുകുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഭാരപ്പെടേണ്ട. ദിവസങ്ങളായ രാത്രി ഉറക്കം കിട്ടാത്ത ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ട. നിന്റെ ഈ പ്രശ്നത്തിൽ അത്ഭുതകരമായ ചില വഴികൾ തുറക്കപ്പെടുന്നു. അത് സംഭവിക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, സ്വർഗം പ്രവർത്തിക്കും. അത്ഭുതകരമായ വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും അങ്ങ് ചൊരിയുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ആ രണ്ട് കരങ്ങൾ അങ്ങനെ ശിരസിൽ വെച്ചുകൊണ്ട് കമഴ്ത്തി വെച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തടസ്സങ്ങൾ മാറ്റുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ സകല ഭാരവും മാറ്റണമേ. സാമ്പത്തിക കടബാധ്യതകൾ കർത്താവെ ഇടപെടണമേ. മക്കളെ കുറിച്ചുള്ള ദുഃഖത്തിൽ കർത്താവെ ഇടപെടണമേ. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയം കർത്താവെ, മുറിവേറ്റ എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുക.
ആ പ്രാർത്ഥന ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന വലിയ കൃപയാണ്. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള സ്നേഹം, മറ്റുള്ളവരിലേക്ക് കെയർ ചെയ്യാൻ, മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന.